അധ്യായം 24. യഹോവയുടെ കോപം വീണ്ടും ഇസ്രായേലിന്റെ നേരെ ജ്വലിച്ചു. നീ ചെന്നു ഇസ്രായേലിനെയും യഹൂദായെയും എണ്ണുക എന്നിങ്ങനെ അവർക്ക് വിരോധമായി ദാവീദിന് തോന്നിച്ചു. അങ്ങനെ രാജാവ് തന്റെ സേനാധിപതിയായ യോവാബിനോട്, ദാൻ മുതൽ ബേർശേബ വരെ ഇസ്രായേൽ ഗോത്രങ്ങളിലൊക്കെയും നിങ്ങൾ സഞ്ചരിച്ചു ജനത്തെ എണ്ണി ജനസംഖ്യ എന്നെ അറിയിപ്പിൻ എന്ന് കൽപ്പിച്ചു. അതിന് യോവാബ് രാജാവിനോട്, യജമാനനായ രാജാവിന്റെ കാലത്ത് തന്നെ നിന്റെ ദൈവമായ യഹോവ ജനത്തെ ഇപ്പോൾ ഉള്ളതിൽ 100 ഇരട്ടി വർദ്ധിപ്പിക്കട്ടെ. എങ്കിലും യജമാനനായ രാജാവ് ഈ കാര്യത്തിന് താൽപര്യപ്പെടുന്നത് എന്തിന് എന്ന് പറഞ്ഞു. എങ്കിലും യോവാബും പടനായകന്മാരും രാജാവിന്റെ കൽപ്പന അനുസരിക്കേണ്ടി വന്നു. അങ്ങനെ യോവാബും പടനായകന്മാരും ഇസ്രായേൽ ജനത്തെ എണ്ണുവാൻ രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. അവർ യോർദാൻ കടന്നു ഗാദ് താഴ്വരയുടെ മധ്യയുള്ള പട്ടണത്തിന് വലത്തുവശത്ത് അരോവേരിലും യസേരിനു നേരെയും കൂടാരമടിച്ചു. പിന്നെ അവർ ഗിലെയാദിലും തഹ്ദീം ഹൊദുശി ദേശത്തും ചെന്നു. പിന്നെ അവർ ദാൻയാനിലും ചുറ്റി സിദോനിലും ചെന്നു. പിന്നെ അവർ സോർ കോട്ടയ്ക്കും ഹിവ്യരുടെയും കനാന്യരുടെയും എല്ലാ പട്ടണങ്ങളിലും ചെന്നിട്ട് യഹൂദായുടെ തെക്കുഭാഗത്ത് ബേർശേബയിലേക്ക് പുറപ്പെട്ടു. ഇങ്ങനെ അവർ ദേശത്തെല്ലായിടവും സഞ്ചരിച്ചു. 9 മാസവും 20 ദിവസവും കഴിഞ്ഞ ശേഷം യെരൂശലേമിലെത്തി. യോവാബ് ജനത്തെ എണ്ണിയതിന്റെ ആകെ തുക രാജാവിന് കൊടുത്തു. ഇസ്രായേലിൽ ആയുധപാണികളായ യോദ്ധാക്കൾ 8 ലക്ഷവും യഹൂദ്യർ 5 ലക്ഷവും ഉണ്ടായിരുന്നു. എന്നാൽ ദാവീദ് ജനത്തെ എണ്ണിയ ശേഷം തന്റെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ടു യഹോവയോട്, ഞാൻ ഈ ചെയ്തത് മഹാപാപം. എന്നാൽ യഹോവേ, അടിയന്റെ കുറ്റം ക്ഷമിക്കണമേ, ഞാൻ വലിയ ഭോഷത്വം ചെയ്തുപോയി എന്ന് പറഞ്ഞു. ദാവീദ് രാവിലെ എഴുന്നേറ്റപ്പോൾ ദാവീദിന്റെ ദർശകനായ ഗാദ് പ്രവാചകന് യഹോവയുടെ അരുളപ്പാടുണ്ടായത് എന്തെന്നാൽ, നീ ചെന്ന് ദാവീദിനോട്, ഞാൻ 3 കാര്യം നിന്റെ മുമ്പിൽ വെക്കുന്നു, അതിൽ ഒന്ന് തിരഞ്ഞെടുത്തുകൊള്ളുക, അത് ഞാൻ നിന്നോട് ചെയ്യും എന്നിപ്രകാരം യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറക. ഗാദ് ദാവീദിന്റെ അടുക്കൽ ചെന്ന് അവനോട് അറിയിച്ചു, നിന്റെ ദേശത്ത് 7 സംവത്സരത്തെ ക്ഷാമം ഉണ്ടാകുകയോ, അല്ലെങ്കിൽ 3 മാസം നിന്റെ ശത്രുക്കൾ നിന്നെ പിന്തുടരുകയും നീ അവരുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുകയും ചെയ്യുകയോ, അല്ലെങ്കിൽ നിന്റെ ദേശത്ത് 3 ദിവസത്തെ മഹാമാരി ഉണ്ടാകുകയോ എന്തുവേണം? എന്നെ അയച്ചവനോട് ഞാൻ മറുപടി പറയേണ്ടതിന് നീ ആലോചിച്ചു നോക്കുക എന്ന് പറഞ്ഞു. ദാവീദ് ഗാദിനോട്, ഞാൻ വലിയ വിഷമത്തിലായിരിക്കുന്നു. നാം യഹോവയുടെ കയ്യിൽ തന്നെ വീഴുക. അവന്റെ കരുണ വലിയതല്ലോ. അവന്റെ കയ്യിൽ ഞാൻ വീഴരുതേ എന്ന് പറഞ്ഞു. അങ്ങനെ യഹോവ ഇസ്രായേലിൽ രാവിലെ തുടങ്ങി നിശ്ചയിച്ച അവധി വരെ മഹാമാരി അയച്ചു. ദാൻ മുതൽ ബേർശേബ വരെ ജനത്തിൽ 70,000 പേർ മരിച്ചുപോയി. എന്നാൽ ദേവദൂതൻ യെരൂശലേമിനെ ബാധിപ്പാൻ അതിന്മേൽ കൈനീട്ടിയപ്പോൾ യഹോവ അനർത്ഥത്തെക്കുറിച്ച് അനുതപിച്ചു. ജനത്തിൽ നാശം ചെയ്യുന്ന ദൂതനോട്, മതി, നിന്റെ കൈ പിൻവലിക്ക എന്ന് കൽപ്പിച്ചു. അന്നേരം യഹോവയുടെ ദൂതൻ യെബൂസ്യൻ അരവനിയുടെ മെതികളത്തിനരികെയായിരുന്നു. ജനത്തെ ബാധിക്കുന്ന ദൂതനെ ദാവീദ് കണ്ടിട്ട് യഹോവയോട്, ഞാനല്ലോ പാപം ചെയ്തത്, ഞാനല്ലോ കുറ്റം ചെയ്തത്. ഈ ആടുകൾ എന്തു ചെയ്തു? നിന്റെ കൈ എനിക്കും എന്റെ പിതൃഭവനത്തിനും വിരോധമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു പറഞ്ഞു. അന്നു തന്നെ ഗാദ് ദാവീദിന്റെ അടുക്കൽ വന്ന് അവനോട്, നീ ചെന്നു യെബൂസ്യനായ അരവനയുടെ കളത്തിൽ യഹോവയ്ക്കൊരു യാഗപീഠം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു. യഹോവയുടെ കൽപ്പന പ്രകാരം ഗാദ് പറഞ്ഞതുപോലെ ദാവീദ് അവിടേക്ക് പോയി. അരവന നോക്കി രാജാവും അവന്റെ ഭൃത്യന്മാരും തന്റെ അടുക്കൽ വരുന്നത് കണ്ടാറെ അരവന പുറപ്പെട്ടു ചെന്ന് രാജാവിന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. യജമാനനായ രാജാവ് അടിയന്റെ അടുക്കൽ വരുന്നത് എന്ത് എന്ന് അരവന ചോദിച്ചതിന് ദാവീദ്, ബാധ ജനത്തെ വിട്ടുമാറുവാൻ തക്കവണ്ണം യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിയേണ്ടതിന് ഈ കളം നിന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ തന്നെ എന്ന് പറഞ്ഞു. അരവന ദാവീദിനോട്, യജമാനനായ രാജാവിന് ബോധിച്ചതെടുത്ത് യാഗം കഴിച്ചാലും ഹോമയാഗത്തിന് കാളകളും വിറകിന് മെതിവണ്ടികളും കാളക്കോപ്പുകളും ഇതാ രാജാവേ, ഇതൊക്കെയും അരവന രാജാവിന് തരുന്നു എന്ന് പറഞ്ഞു. നിന്റെ ദൈവമായ യഹോവ നിന്നിൽ പ്രസാദിക്കുമാറാകട്ടെ എന്നും അരവന രാജാവിനോട് പറഞ്ഞു. രാജാവ് അരവനായോട്, അങ്ങനെയല്ല, ഞാൻ അത് നിന്നോട് വിലക്കേ വാങ്ങുകയുള്ളൂ. എനിക്കൊന്നും ചെലവില്ലാതെ ഞാൻ എന്റെ ദൈവമായ യഹോവയ്ക്ക് ഹോമയാഗം കഴിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ദാവീദ് കളത്തെയും കാളകളെയും 50 ശേക്കൽ വെള്ളിക്ക് വാങ്ങി. ദാവീദ് യഹോവയ്ക്ക് അവിടെ ഒരു യാഗപീഠം പണിതു. ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും കഴിച്ചു. അപ്പോൾ യഹോവ ദേശത്തിന്റെ പ്രാർത്ഥന കേട്ടു. ബാധ ഇസ്രായേലിനെ വിട്ടുമാറുകയും ചെയ്തു.